അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 10ാം ക്ലാസ് ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ പരിണാമത്തിൻ്റെ വഴികളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പരിണാമത്തിൻ്റെ വഴികൾ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കേസ് സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കടുത്ത ചുമയും കഫക്കെട്ടുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു യുവാവിൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേയും ശ്വാസകോശ ദ്രവ്യവും പരിശോധിച്ച് ഡോക്ടർ ക്ഷയരോഗബാധ സ്ഥിരീകരിച്ചു. ക്ഷയരോഗം ട്യൂബർകുലോസിസ് അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ വാക്സിൻ ഇപ്പം സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇപ്പം കുറെ പരീക്ഷകളിൽ അടുപ്പിച്ച് വന്നായിരുന്നു. BCG, ബാസിലെ കാൽമെറ്റ് ഗുവറിൻ. ഓക്കെ, അപ്പോൾ 6 ആഴ്ചത്തേക്ക് നിരവധി ആന്റിബയോട്ടിക്കുകളും തുടർന്ന് 33 ആഴ്ചത്തേക്ക് പ്രത്യേക ആന്റിബയോട്ടിക്കും നൽകി. ചികിത്സ ആരംഭിച്ച് 10 മാസത്തിന് ശേഷം ശ്വാസകോശ ദ്രവ്യത്തിന്റെ കൾച്ചറും നെഞ്ചിന്റെ എക്സ്റേയും പരിശോധിച്ച് ക്ഷയരോഗം ഭേദമായി എന്ന് ഉറപ്പാക്കി ചികിത്സ പൂർത്തിയാക്കി. ശ്വാസകോശ ദ്രവത്തിന്റെ കൾച്ചറും നെഞ്ചിന്റെ എക്സ്റേയും പരിശോധിച്ച് ക്ഷയരോഗം ഭേദമായി എന്ന് ഉറപ്പാക്കി ചികിത്സ പൂർത്തിയാക്കി. പക്ഷെ 2 മാസത്തിന് ശേഷം വീണ്ടും ഇതേ രോഗലക്ഷണങ്ങളുമായി യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ മുമ്പ് കൊടുത്ത ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചിട്ടും 10 ദിവസത്തിന് ശേഷം ഇയാൾ മരണപ്പെട്ടു ശ്വാസതടസ്സം മൂലം. അപ്പോൾ തുടർ പരിശോധനയിൽ ഈ ക്ഷയരോഗാണുക്കൾ വീണ്ടും സജീവമായതാണ് രോഗകാരണമെന്ന് മനസ്സിലാക്കാനായി. അപ്പോൾ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ഈ രോഗാണുക്കൾ രോഗിയിൽ എത്തിയത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ ഈ ബാക്ടീരിയകളിലെ DNA മുമ്പ് അതേ രോഗിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ക്ഷയരോഗാണുക്കളുടെ DNA താരതമ്യം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഒരു പ്രത്യേക ജീനിന് സംഭവിച്ച മ്യൂട്ടേഷൻ. നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് പഠിച്ചിരുന്നു നമ്മുടെ പഴയ SCERT ടെക്സ്റ്റിന്റെ ക്ലാസ്സിൽ അല്ലെ? മ്യൂട്ടേഷൻ എന്തായിരുന്നു? നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? മാറ്റം. ഒരു DNA സീക്വൻസിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലേ? അതാണ് നമ്മുടെ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്താണ്? DNA സീക്വൻസിൽ വരുന്ന മാറ്റമാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതിന് കാരണക്കാര് ഏതൊക്കെ ഫാക്ടേഴ്സ് ആവാം? കെമിക്കലോ റേഡിയേഷനോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ ആവാം. അപ്പോൾ ഒരു പ്രത്യേക ജീനിന് സംഭവിച്ച മ്യൂട്ടേഷനാണ് ഈ ബാക്ടീരിയയിൽ. ഏത് ബാക്ടീരിയയുടെ കാര്യമായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞേ? നമ്മുടെ ഈ ട്യൂബർകുലോസിസ് സംഭവിക്കുന്ന ഈ ബാക്ടീരിയകളിൽ സംഭവിച്ചത്. അപ്പോൾ എന്തുവാണ് അവിടെ നടന്നത്? ആദ്യമേ ഒരു സ്ട്രെയിൻ ബാക്ടീരിയക്കെതിരെയുള്ള മരുന്നുകളാണ്, ആന്റിബയോട്ടിക്കുകളാണ് ഈ ഡോക്ടർ നൽകിയത് അല്ലേ? അപ്പോൾ ഇയാൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത്ര നാളത്തേക്ക് അല്ലെ 33 ആഴ്ചത്തേക്ക് കഴിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ ഈ 33 ആഴ്ച അയാൾ അദ്ദേഹത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ബാക്ടീരിയകൾ കുറേയൊക്കെ ചത്തുപോയി കാണും. പക്ഷെ 99% ചത്തുപോയി കാണും. ബാക്കിയുള്ള ആ 1% ബാക്ടീരിയയിൽ എന്ത് സംഭവിച്ചു? മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇല്ലെങ്കിൽ അവരുടെ വംശം അവിടെ അറ്റുപോകുന്നുള്ളതായതുകൊണ്ട് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ ജീനിൽ മാറ്റം വന്നു. ഈ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്ക് പര്യാപ്തമായി. അങ്ങനെയാണ് അവര് സാധാരണ ആന്റിബയോട്ടിക് നിൽക്കാത്ത രീതിയിലുള്ള ബാക്ടീരിയ ആയിട്ട് മാറി. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതുണ്ടോ ഇവിടെ ക്വസ്റ്റ്യൻസ് കണ്ടോ? ആദ്യ തവണ രോഗം ഭേദമാക്കാൻ എന്ത് ചികിത്സയാണ് നൽകിയത്? ഇതിന്റെ ഫലം എന്തായിരുന്നു പറയാവോ? ആന്റിബയോട്ടിക്കുകൾ നൽകി. അതെ, ആന്റിബയോട്ടിക് കൊടുത്തു. അതിന്റെ ഫലം എന്തായിരുന്നു? ബാക്ടീരിയ കേട്ടോ ഇവിടെ. അപ്പോ 2ാം തവണ എന്താണ് ചികിത്സിച്ചിട്ടും ഭേദമാകാഞ്ഞത് എന്തുകൊണ്ടാണ്? മ്യൂട്ടേഷൻ സംഭവിച്ചു. അത് ഒത്തിരി പെരുകിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പെരുകി. പക്ഷെ ഇവരുടെ സ്ട്രെയിൻ വേറെയാ. ഇവര് മറ്റൊരു ബാക്ടീരിയ ആയിട്ട് മാറി. അപ്പൊ അതാ 3ാമത്തെ ചോദ്യം, എങ്ങനെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചതെന്ന്. അവരുടെ ജീനുകളില് മാറ്റം വന്നല്ലേ, പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് വന്നു. അപ്പോ ഈ ശേഷി അവരുടെ അടുത്ത തലമുറയിലേക്ക് ഈ ബാക്ടീരിയകൾ കൈമാറിയാൽ എന്ത് സംഭവിക്കും? അവർക്ക് ഇതുപോലെ പ്രതിരോധ ശേഷി കൈവരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇത് കണ്ടോ, നമ്മുടെ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതും ചോദ്യം വന്നിട്ടുള്ള നേരത്തെ. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. മ്യൂട്ടേഷനിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധശേഷി
അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. കാലക്രമേണ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കുകയും മറ്റ് അനവധി മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഇനങ്ങളുടെ ഈ സെന്റൻസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഇനങ്ങളുടെ, അതായത് സൂപ്പർ ബഗുകൾ, ഇതിന്റെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. നിലവിലുള്ള ആന്റിബയോട്ടിക്കുകളൊന്നും തന്നെ ഇവയ്ക്കെതിരെ പ്രയോജനം ആവില്ല കേട്ടോ, പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടല് ആരോഗ്യ സംരക്ഷണത്തിൽ മുഖ്യ ആശങ്കയായി മാറുന്നു. കാരണം എന്താ, അതിന് പ്രതിരോധിക്കാനുള്ള ഡ്രഗ്സ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഈ ജീവികള്, ബാക്ടീരിയ ഒക്കെ ജീവികളാ അല്ലേ? അപ്പോൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയോ അതിജീവിക്കുകയോ ചെയ്യുന്നു. ആദിമകോശത്തില് ആദ്യത്തെ സെല്ല് പ്രൈമോർഡിയൽ സെൽ എന്ന് പറയും. അപ്പോൾ ആ സെല്ലിൽ നിന്നും ഇന്ന് കാണുന്ന ജൈവവൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിൽ ഒരുപാട് പ്രക്രിയകളുണ്ട്. ജീവൻ എവിടെ ഉണ്ടായെന്നാ പറയുന്നത്? 2 തിയറി ഉണ്ട്. അതും നമുക്ക് പഠിക്കാനുള്ളതാ കേട്ടോ. 8ാം ക്ലാസ്സിന്റെ SCRT ടെസ്റ്റിൽ ഇത്തവണ വലിയൊരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാതെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ജീവൻ ഉണ്ടായത്? ജലത്തില്. അതെ, ജലത്തിലാണ്. പിന്നെ 2 തിയറികളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. പാൻസ്പെർമിയ. ഒന്ന് വലിയൊരു പൊട്ടിത്തെറിയിലൂടെ. അത് ഓക്കെ, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് ബിഗ് ബാങ്. ഓക്കെ, ജീവൻ വന്നതല്ല. ജീവൻ വന്നതെന്ന് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് ഇപ്പം ഒരുപാട് തിയറി ഉണ്ട് കേട്ടോ. ഡിവൈൻ തിയറി ഉണ്ട്, അതായത് ദൈവം സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ വേസ്റ്റുകളിൽ നിന്ന്, ഈ അഴുകുന്ന പദാർത്ഥങ്ങളിൽ നിന്നാണ് ജീവൻ വന്നതെന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഈ പുഴുക്കളെയൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നതാ. കാരണം എന്തേലും ഒരു ജീവിയൊക്കെ മരിച്ചു കഴിഞ്ഞാല് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പുഴുക്കൾ കിടന്ന് ഞൊരയ്ക്കുന്ന കാണാം, ഇല്ലയോ? അപ്പം അങ്ങനെ വന്നൊരു തിയറിയാ. അതൊന്നും നമ്മൾ വിലക്ക് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതാണ് പാൻസ്പെർമിയ തിയറി. ഈ പാൻസ്പെർമിയ തിയറി പറയുന്നത് എന്തോന്ന് വെച്ചാല്, ജീവൻ നമ്മുടെ യൂണിവേഴ്സിൽ വെളിയിൽ, ഭൂമിക്ക് വെളിയിൽ ഉണ്ടായതാണ്. അപ്പൊ ഈ ആസ്ട്രോയിഡും ഒക്കെ വരുമല്ലോ, ഉൽക്കകൾ വരുമല്ലോ. അപ്പൊ ഈ ഉൽക്കകൾ വന്ന് വീണ് കേട്ടോ, ഈ ഉൽക്ക പതിച്ച്, ഭൂമിയിൽ ഉൽക്ക പതിച്ച് ഈ ജീവന്റെ സ്പോറുകൾ, ബാക്ടീരിയകളും അല്ലെങ്കിൽ അത് രൂപപ്പെടാൻ കാരണമായ വസ്തുക്കളും ഒക്കെ വന്ന് വീണ് അങ്ങനെ ജീവൻ ഇവിടെ ഉണ്ടായതാന്ന് പറയുന്നുണ്ട്. അതാണ് പാൻസ്പെർമിയ തിയറി. വായുവില് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാവോ? മീഥേൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, നൈട്രജൻ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ നൈട്രജൻ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ DNA വരുന്നതാണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഒക്കെ പഠിച്ചാം. അപ്പോ ഈ നമ്മുടെ ഈ ന്യൂക്ലിക് ആസിഡ് ഒക്കെ ഫോം ചെയ്തത് ഈ കെമിക്കൽ എവല്യൂഷൻ വഴിയാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ, 8ാം ക്ലാസ്സിന്റെ പഠിക്കുമ്പോൾ. ജീവികൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയോ അതിജീവിക്കുകയോ ചെയ്യുന്നു. ആദിമകോശത്തിൽ നിന്നും ഇന്ന് കാണുന്ന ജൈവവൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിൽ ഇത്തരം നിരവധി പ്രക്രിയകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഒരു അന്വേഷണങ്ങളാണ് പരിണാമ ശാസ്ത്രം അല്ലെ, എവല്യൂഷന് അടിത്തറയിട്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലാമാർക്കിസം എന്ന് പറയുന്ന ഒരു ലാമാർക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഒരു തിയറിയാണ്. അതായത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം. അപ്പൊ ജീവപരിണാമവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് കേട്ടോ, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ലാമാർക്കിസം എന്നറിയപ്പെടുന്നത് കേട്ടോ. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണ്? ലാമാർക്കിസം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം എന്താണെന്ന് നോക്കണേ. നമ്മളെ ജിറാഫിന്റെ ആണ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ജിറാഫിന്റെ കഴുത്തിന് നല്ല നീളക്കൂടുതലാണല്ലോ അല്ലേ? അപ്പോ നമ്മൾ മനുഷ്യരുടെ കഴുത്തിൽ എത്ര എല്ലുകളുണ്ട്? 7 എല്ലുകളാണുള്ളത് കേട്ടോ, 7 എല്ലുകൾ. അപ്പൊ ജിറാഫിന് എത്ര എല്ല് കാണും? 7 ആണോ 17 ആണോ? അതിൽ കൂടുതലാണ്. അല്ല, ജിറാഫിനും 7 എല്ലേ ഉള്ളൂ കേട്ടോ, 7 എണ്ണേ ഉള്ളൂ. അതായത് C1 വെർട്ടിബ്രേ മുതൽ C7 വെർട്ടിബ്രേ വരെ 7 എണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോ നീളം കൂടുതലാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കണം, നമ്മുടെ ഈ
ആദ്യം ലാമാർക്ക് പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ? ജിറാഫുകളും പണ്ട് നമ്മുടെ ഈ ആടിനെയൊക്കെ കണക്കെ ഉയരവേ ഉള്ളായിരുന്നു അതിന്. അപ്പൊ നിലത്ത് നിന്ന് ആഹാരം സ്വീകരിക്കാൻ നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളാണ് അദ്ദേഹം പറയുന്നതിലെ ആദ്യത്തെ ഘട്ടം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്കായിട്ട് കഴുത്ത് നീട്ടിയതിന്റെ ഫലമായിട്ട് ഈ ജിറാഫിന്റെ കഴുത്തിന് നീളം കൂടുന്നെന്ന്. ഓക്കെ, അങ്ങനെ കഴുത്ത് നീട്ടി 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 അങ്ങ് വലുതാവൂ? ഇല്ല. അപ്പോ പിന്നെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ സ്വഭാവങ്ങൾ, ഈ കഴുത്ത് നീട്ടാൻ തുടങ്ങിയവയുടെ തലമുറ, ആ ആർജിത സ്വഭാവങ്ങള് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം സംഭവിച്ചെന്നാ അദ്ദേഹം പറയുന്നേ. ഏത്? കഴുത്ത് നീട്ടി 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 ആ ഒരു കഴിവ്, ആ കഴുത്ത് നീട്ടുന്നതിന്റെ തലമുറ അവർക്ക് എന്തോ സംഭവിച്ചു? കഴുത്ത് അങ്ങ് നീണ്ടുപോയെന്നാ പറയുന്നത് ലാമാർക്കിസം. ഓക്കെ, മനസ്സിലായല്ലോ? പക്ഷെ അതങ്ങനെ സംഭവിക്കുവോ? ഓക്കെ. ഇല്ല, അതാണ്. അപ്പം ശരിക്കും ഇല്ലില്ല. ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ ഒരേ സമയത്ത് ഈ കഴുത്ത് നീണ്ട ജിറാഫും ഉണ്ടായിരുന്നു, ഈ കഴുത്ത് നീളം കുറവുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു, ആടിന്റെ അത്രയുള്ള. അപ്പോ ഭക്ഷണ ദൗർലഭ്യം ശരി സംഭവിച്ചു. ഭക്ഷണ ദൗർലഭ്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ആടിന്റെ അത്രയുള്ള ജിറാഫുകളൊക്കെ എന്ത് സംഭവിച്ചു? അതായത് ആദ്യമേ ഇത്രയും നീളമില്ലെന്ന് വെച്ചോ കേട്ടോ, കഴുത്തിന് ഇത്രയും നമ്മൾ ഇപ്പോൾ കാണുന്നതിന്റെ അത്രയും നീളമില്ല ആദ്യത്തെ സമയത്ത്. ഈ ആടിന്റെയൊക്കെ ഉയരമുള്ള ജിറാഫുകളെക്കായാലും കുറച്ചുകൂടി നീളം ഉണ്ടെന്നേ കാണത്തുള്ളൂ. ഏത്? ഇപ്പൊ കഴുതയുടെയും കുതിരയുടെയും ഉയരം അറിയാമല്ലോ, ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കിയാൽ മതി. അത്രയും ഓർത്തു വെച്ചോ ചുമ്മാ. അപ്പോ ഒരേ സമയം തന്നെ ഈ കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫും ഉണ്ടായിരുന്നു, കഴുത്തിന് അല്പം നീളം കൂടിയ ജിറാഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണ ദൗർലഭ്യം വന്നപ്പോൾ, അതുങ്ങൾ കഴിക്കുന്ന ആ ചെടിയുടെയൊക്കെ ദൗർലഭ്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉയരം കൂടിയ ജില്ലകളിൽ നിന്ന് ഈ ആടിന്റെ അത്രയും സൈസുള്ള ജിറാഫിന് കഴിക്കാൻ പറ്റാതായി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ കഴിക്കാൻ പറ്റാത്ത ഇനങ്ങള് അവയുടെ ഒരു വംശനാശം. അതെ, ആ ഒരു ഇനത്തിന് വംശനാശം സംഭവിക്കുക. പക്ഷേ ആ സമയത്ത് എന്താ, കഴുത്തിന് അല്പം നീളം കൂടിയതുകൊണ്ട്, അപ്പം ഈ കഴുത്തിന് നീളം കൂടിയത് ഇതൊക്കെ ഈ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഇലകളിൽ നിന്ന് സർവൈവ് ചെയ്യും, അതിന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ തലമുറകൾക്ക് ആ സർവൈവ് ചെയ്ത ഉയരം കൂടിയ കഴുത്തുള്ള ജിറാഫിന്റെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും? ഇവരുടെ ജീനുണ്ട്, ഈ ഉയരക്കൂടൽ, കഴുത്തിന് ഉയരക്കൂടൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ആ ജീനുകൾ ഇവരുടെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് ഇച്ചിരി കൂടെ നീളം ചിലപ്പോൾ കാണുമായിരിക്കും. ആ ജീനാണ് അവർക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും? ആ ജീനിന് എന്തിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ ജീനുകള് കഴുത്തിന്റെ നീളം കൊടുക്കാനാ, അല്ലയോ? അപ്പോൾ അത് കൂടുതൽ പ്രകടമാവാൻ തുടങ്ങും വരും തലമുറകളിൽ. അതാ അവിടെ സംഭവിച്ചത് ശരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ലാമാർക്കിസം പറഞ്ഞതുപോലെ തന്നെ, ലാമാർക്കിസം അദ്ദേഹത്തിന്റെ സമയം നമ്മൾ ഓർക്കണം, 1744 മുതൽ 1829 വരെ. അപ്പൊ അദ്ദേഹം ആദ്യമേ ഇങ്ങനെ ഒരു തിയറി ഒക്കെ പറയുമ്പോൾ അന്ന് വേറെ ആരും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം വന്ന ഡാർവിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്ന ഡാർവിനിസം, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാവോ? ഒൺലി ഫിറ്റസ്റ്റ് ക്യാൻ സർവൈവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഡാർവിന്. ഫിറ്റ് അല്ലാത്തതിനെ പ്രകൃതി എന്ത് ചെയ്യും? പുറന്തള്ളിക്കളയും, അതിന് വംശനാശം സംഭവിക്കും. അപ്പൊ ഫിറ്റായിട്ടുള്ളത് ഉള്ള ഓർഗാനിസം മാത്രമേ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവ് അതിനെ കൊടുക്കത്തുള്ളൂ, ഫിറ്റായിട്ടുള്ളതിന്. അപ്പോ അദ്ദേഹം ഈ കണ്ടുപിടുത്തമൊക്കെ നടത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു കപ്പലുണ്ടായിരുന്നു, HMS ബീഗിൾ. അപ്പോൾ ഈ കപ്പലില് അദ്ദേഹം ഭൂപട നിർമ്മാണത്തിനായിട്ട് ഒരു യാത്ര ആരംഭിച്ചു കേട്ടോ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിൽ നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ആര് ജനിച്ചത്? നമ്മുടെ ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഒരു ശരാശരി വിദ്യാർത്ഥിയായാണ് ഡാർവിൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എന്നാൽ പ്രകൃതി പഠനത്തിൽ കേട്ടോ,
നേച്ചർ സ്റ്റഡീസിൽ അതീവ താല്പര്യം കാണിച്ചു. 1831 തന്റെ 22-ാം വയസ്സിൽ HMS ബീഗൾ എന്ന കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായി 5 വർഷത്തെ യാത്ര അദ്ദേഹം ആരംഭിച്ചു. ഈ യാത്രയിൽ അദ്ദേഹം തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്തു കേട്ടോ. അവിടങ്ങളിലെ സസ്യങ്ങളുടെ, ജന്തുക്കളുടെയും വൈവിധ്യം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ 1836 ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം ശേഖരിച്ച വസ്തുവിന്റെ നിരീക്ഷണക്കുറിപ്പുകളും മറ്റും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാ ശാസ്ത്രജ്ഞനുമായിരുന്ന തോമസ് മാൽത്തൂസ് മനുഷ്യ ജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യോൽപാദനം അതിന് അനുസരിച്ച് വർദ്ധിക്കില്ലെന്നും അത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നത്തിന് കാരണമാകുമെന്നും വാദിച്ചു. ഇതൊന്ന് ഓർത്തു വെച്ചോ കേട്ടോ, തോമസ് മാൽത്തൂസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അത്. അപ്പൊ മാൽത്തൂസിന്റെ ഈ ചിന്ത ഡാർവിനെയും ഏറെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഡാർവിൻ തന്റെ പഠനം തുടരവെ 1858 ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസിന്റെ പരിണാമ പഠനവും ശ്രദ്ധയിൽപ്പെട്ടു. ഡാർവിന്റെയും വാലസിന്റെയും പ്രബന്ധം ശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ഡാർവിന് എന്ത് ചെയ്യുകയാണ്? തന്റെ ആശയങ്ങൾ വിപുലീകരിച്ച് അവതരിപ്പിക്കുക. അപ്പൊ ആദ്യമേ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അന്നത്തെ ആൾക്കാർ, അന്നത്തെ സമൂഹം വലിയ വിലയൊന്നും കൊടുത്തില്ല, എതിർത്തു. പക്ഷെ കൂടുതൽ തെളിവ് പുറത്തു വന്നതോടുകൂടി ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് പ്രചാരം ലഭിക്കുകയാണ്, ഉയർന്ന സ്വീകാര്യത ലഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഗാലപ്പഗോസ് ദ്വീപുകളിൽ പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ അല്ലെ. അപ്പോൾ ഈ ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അപ്പൊ എന്താണ്? കുരുവികളെയാ കണ്ടത് കേട്ടോ, കുരുവികളെ. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഈ കുരുവികളുടെ ഒക്കെ ബോഡിയൊക്കെ എല്ലാം ഒരുപോലെ തന്നെ, പക്ഷെ ഇവരുടെ കൊക്ക്, ബീക്കിന് മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽ പെട്ട കുരുവികളാ. അപ്പോ നിലത്ത് വസിച്ച് വിത്ത് കഴിക്കുന്നവ, പിന്നെ കള്ളിമുൾ ചെടിയിൽ വസിച്ച് വിത്ത് ഭക്ഷിക്കുന്നവ, പിന്നെ എന്താണ്? മരത്തിൽ വസിച്ച് പ്രാണികളെ ഭക്ഷിക്കുന്നവ കേട്ടോ, ട്രീ ഫിഞ്ച് തുടങ്ങിയവ അവയിൽ ചിലതാണ്. അപ്പൊ മീൻ കഴിക്കുന്നതിന് അതിനനുസരിച്ചുള്ള ചുണ്ടുകളായിരിക്കും. അപ്പൊ ഈ സ്പീഷീസ് പൊതുവായി കാണിക്കുന്ന മുഖവ്യത്യാസം എന്ന് പറഞ്ഞാൽ അവയുടെ കൊക്കിന്റെ ആകൃതിയും ആ കൊക്കിന്റെ വലിപ്പവുമാണ്. അതാണ് വ്യത്യാസമുള്ളത് കേട്ടോ, ബാക്കിയൊക്കെ സെയിമാ. ഇടത്തരം വലിപ്പമുള്ള വിത്ത് കഴിക്കുന്ന കുരുവിയുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളിൽ നിന്നും, പിന്നെന്താണ്, പ്രാണികളെ കഴിക്കുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ ഈ തേൻ കുടിക്കുന്ന കുരുവികളുടെ ചുണ്ടുകൾ കണ്ടില്ലേ? എങ്ങനെയാണ്? നല്ല നീണ്ടിരിക്കും അല്ലെ, സ്ട്രോ പോലെ. ഹലോ. അപ്പോൾ അതേപോലെ നമ്മുടെ മീൻകുത്തിയുടെ എങ്ങനെയാണ്? സ്ട്രോ പോലെ അല്ല, പക്ഷെ റാഞ്ചി പിടിക്കാൻ തക്ക നീളമുണ്ട് അതിന് അല്ലെ. അതേപോലെ അപ്പൊ ഓരോ നമ്മുടെ പരുന്തിന്റെ കൊക്കുകൾ എങ്ങനെ? മാംസം ഈ കുത്തി വലിച്ചെടുക്കുന്ന രീതിക്ക് അല്ലെ, കൂർത്തിരിക്കും. അതാ. അപ്പൊ അതുപോലെയുള്ള ആകൃതിയുടെ വ്യത്യാസം ഇദ്ദേഹം കാണുമോ ഇവിടെ? എന്തോ? ബലമൊക്കെ കൂടുതലാണ്. അപ്പോ ഈ അപ്പൊ ഈ കൊക്കെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക്? അത് ഇവര് ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധിയാ അല്ലെ. ഈ കൊക്ക് ഭയങ്കര ഒരു ഫാക്ടറാ. ഇപ്പൊ പരുന്തിന്റെ ചുണ്ട് പോയി കഴിഞ്ഞാൽ അത് ജീവിക്കത്തില്ല. ആ കൊക്ക് അതിന് വേണം അല്ലെ, കൊത്തി വലിച്ചു തിന്നാൻ. അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മരംകുത്തി എങ്ങനെയാ ഫുഡ് എടുക്കുന്നത്? നേരെ പോയി വല്ല അരിയോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കഴിക്കുവാണോ? പഴങ്ങളോ? ഇത് ദ്വാരങ്ങളല്ലേ, ഇപ്പൊ മരത്തടികളിലൊക്കെ ദ്വാരങ്ങളൊക്കെ ഉള്ളിടത്ത് ചുണ്ട് കയറ്റി, അല്ലെങ്കിൽ ദ്വാരം ഇല്ലെങ്കിൽ അത് കൊത്തി അത് ചെറിയ കിഴുത്തകളാക്കി അവിടെ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെയാ കഴിക്കുന്നത് അല്ലേ. അപ്പൊ ഈ കൊക്ക് ഇവയുടെ ഭക്ഷണ സമ്പാദനത്തിനായിട്ടുള്ള പ്രധാന ഉപാധിയാണ്. അപ്പൊ പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സിന്റെ ലഭ്യത അനുസരിച്ച് അനുയോജ്യമായ വലിപ്പമോ ആകൃതിയോ ഉള്ള കൊക്കുകളുള്ള കുരുവികൾ അതിജീവിക്കുകയും കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോ പരിസ്ഥിതിക്ക് ഗുണമായ ചില സവിശേഷതകളുള്ള ജീവികള് അതിജീവിക്കുകയും
കൂടുതൽ പ്രത്യുൽപാദനം നടത്തുകയും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ഇത് ഉണ്ടാക്കുമല്ലോ, സന്താനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് പുതിയ ജീവിവർഗങ്ങളായിട്ട് ഇതിൽ നിന്ന് തന്നെ പുതിയ ജീവിവർഗങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് ഡാർവിൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഈ കൊക്കിന്റെ ഉദാഹരണം വെച്ചിട്ട് ശരിക്കും ഇതെല്ലാം ഒരു കുരുവിയിൽ നിന്ന് തന്നെ ഉണ്ടായതാ. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് മറ്റ് ശത്രുക്കളൊന്നുമില്ല. അപ്പൊ ഈ കുരുവികൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുരുവികളെ സ്വാഭാവികമായിട്ടും പിടിക്കുന്ന തരത്തിലുള്ള പക്ഷികളോ മറ്റ് ജന്തുക്കളോ ഒന്നും ഇല്ല അവിടെ. അപ്പൊ ഇതിന്റെ എണ്ണം എന്ത് സംഭവിക്കും ഈ ശത്രുക്കൾ ഇല്ലെങ്കിൽ? കൂടും. കൂടും. അപ്പൊ ഈ ശത്രുക്കൾ ഇല്ലെങ്കിൽ ഈ എണ്ണം കൂടും. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ എപ്പക്സ് പ്രെഡേറ്റർ എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങുന്നതാ. ഏതാണെന്ന് അറിയാവോ? കടുവ കേട്ടോ, കടുവ. കടുവയൊക്കെ നമ്മുടെ ഫുഡ് ചെയിന്റെ ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ് കടുവ. ഒരു കടുവ പോയി കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങൾ വരുമെന്നാ പറയുന്നത്. ഈ ഫുഡ് ചെയിനെ മൊത്തം അഫക്റ്റ് ചെയ്യുമെന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഹലോ ഹലോ, കേൾക്കാം സാർ. ഇടയ്ക്ക് ചോദിക്കുമ്പോ ഒന്ന് പറയണേ, കണക്ഷൻ പോയോന്ന് അറിയത്തില്ല, അതുകൊണ്ടാ. അപ്പോൾ അപ്പോ ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് ഈ അമിത ഉൽപാദനം കേട്ടോ, അതായത് ഒരുപാട്. അപ്പം നമ്മൾ എന്തോ പറഞ്ഞു വന്നത് കുരുവികളുടെ കാര്യം അല്ലേ? അപ്പോൾ ഒരുപാട് കുരുവികൾ പെരുകി കഴിഞ്ഞപ്പോഴത്തേനും വരുന്ന പ്രശ്നം എന്തോന്നറിയോ? ഒന്ന് സ്ഥലം, വാസസ്ഥലം കുറവായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും മെയിൻ എന്തുവാ? ആഹാരം തികയത്തില്ല. ഇവരെല്ലാം ഒരേ ആഹാരമായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഈ ധാന്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുരുവികളാന്ന് വെച്ചോ. അപ്പൊ എല്ലാ എണ്ണവും ഇത് തന്നെ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? എണ്ണം കൂടുതല, എല്ലാത്തിനും തികയത്തില്ല. അപ്പൊ എന്തോ സംഭവിച്ചു? പതുക്കെ പതുക്കെ ചില കുരുവികൾ എന്തുവാ, ചിലത് മീനെയൊക്കെ ഒന്ന് പിടിച്ചു നോക്കി അതിനെ കഴിക്കാൻ തുടങ്ങി. ചിലതെന്തോ ചെയ്തു, പഴങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കി. ചിലതെന്തുവാ, ഈ ഇൻസെക്റ്റുകളെ, ഷഡ്പദങ്ങളെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെ മാറിപ്പോയി. ഈ പുതിയ ആഹാര രീതി ശീലിച്ച കുരുവികൾ എന്ത് ചെയ്തു? അതുങ്ങളുടെ തലമുറയിലേക്ക് എന്തുവാ, ആ ഒരു ജീന്, അതിനെ ആഹാരമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ആ സവിശേഷത കൊടുക്കുന്ന ജീന്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തോ പറ്റും? ഇവരുടെ തലമുറയ്ക്ക് പതുക്കെ പതുക്കെ ഇവരുടെ ആഹാരം എന്തായിരുന്നോ അതിനനുസരിച്ചുള്ള മാറ്റം സംഭവിക്കുക, കൊക്കില് മാറ്റം സംഭവിക്കുക. അങ്ങനെ ഒരു സ്പീഷീസിൽ നിന്ന് തന്നെ പല സ്പീഷീസ് ഉടലെടുക്കുകയാണ്. ഇത് ചുണ്ടിന്റെ മാത്രം വ്യത്യാസത്തിന്റെ ബേസിസിലാ കേട്ടോ. അപ്പോൾ വ്യതിയാനങ്ങൾ കേട്ടോ, വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കും. അപ്പൊ ഈ വ്യതിയാനങ്ങൾ ജീവികൾക്ക് ഗുണകരമോ ദോഷകരമോ ആവാം. അതെന്തുവാ പറഞ്ഞത്? അപ്പൊ ഇപ്പോ ഒരു വെള്ളപ്പല്ലികളും കറുത്ത പല്ലികളും. അപ്പോൾ അവിടെ ഒരു പരുന്ത് ഉണ്ടെന്ന് വെച്ചോ. ഈ പരുന്ത് പെട്ടെന്ന് കാണുന്നത് ഒരു പാറകളുടെ ഏരിയ എന്ന് വെച്ചോ, പാറയുടെ ഏരിയ. അപ്പൊ ഈ പാറയിൽ ഇങ്ങനെ പല്ലികൾ ഇങ്ങനെ പറ്റിയിരിക്കുക. അപ്പോ ഈ പരുന്ത് ആദ്യമേ കാണുന്ന എന്തുമായിരിക്കും? വെള്ളപ്പല്ലിയ. അപ്പോ ഓർത്തോണം, അവിടെ ആ വേരിയേഷൻ സ്വാഭാവികമായിട്ട് ശരിക്കും വെള്ളപ്പല്ലികൾ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ ഏതോ അവരുടെ ഒരു ജീനിൽ വന്ന മാറ്റം കൊണ്ട് കറുത്ത പല്ലിയും കൂടെ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ കറുത്ത പല്ലികളുടെ എണ്ണം കുറവാണ്. പക്ഷെ കണ്ടോ, അവരുടെ ഒരു ശത്രു വന്നപ്പോഴത്തേക്കിനും ഈ വെള്ളപ്പല്ലികളുടെ വംശം തന്നെ തീരാറായി. ഈ പരുന്ത് വന്ന് പെട്ടെന്ന് ഈ വെള്ളപ്പല്ലിയെ പോയി പിടിക്കുക. അതേസമയം ഈ വേരിയേഷൻ ഉണ്ടായിരുന്ന സ്പീഷീസ്, ആ പല്ലികളോ, അവരവിടെ സർവൈവ് ചെയ്യും. പെട്ടെന്ന് ഇതുങ്ങളെ കാണുന്നില്ല. കണ്ടോ, അതാണ് വേരിയേഷൻ. അവർക്ക് ആ നിറത്തിൽ വന്ന വേരിയേഷനാണ് അവർക്ക് ഗുണകരമായിട്ട് മാറി, അല്ലേ? അത് ചിലപ്പോൾ ദോഷകരവും ആവാം. ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ ദോഷകരവും ആവാം. അപ്പൊ ദോഷകരമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരുടെ വംശനാശം സംഭവിക്കും. പിന്നെന്താണ് ഈ പെട്ടെന്ന് ഈ മ്യൂട്ടേഷനൊക്കെ വരാനുള്ള കാരണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം, അത് നമ്മൾ പറഞ്ഞിപ്പം അല്ലേ? പരിമിതമായ വിഭവങ്ങൾ വരുമ്പോൾ ജീവികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് നയിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ നന്നായിട്ട് മറ്റുള്ളവരെക്കാളും ഈ ആഹാര സമ്പാദനവും അല്ലെങ്കിൽ ഇണകളെ കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരു കൂട്ടം
അവര് മാത്രം സർവൈവ് ചെയ്തു പോകും. മറ്റേതൊക്കെ പ്രകൃതി തന്നെ അവരെ ക്യാൻസൽ ചെയ്ത് കളയും. കാരണം നമുക്ക് നമ്മുടെ ഇപ്പൊ മനുഷ്യരുടെ കാര്യം തന്നെ നോക്കിയാല് നമ്മുടെ സഹോദര വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു വേറെയൊക്കെ അല്ലെ. നിയാൻഡർതാലുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഹോമോസാപ്പിയൻസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവരും ഉണ്ടായിരുന്നതാ. പക്ഷെ അവരുടെ മൊത്തമേ അവർക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാല് അവര് ഹോമോസാപ്പിയൻസുമായിട്ട് ഇണചേർന്ന് അങ്ങനെ അവരുടെ ജീനുകളും ഉണ്ടെന്നാണ് പറയുന്നത്. യൂറോപ്യൻസിലൊക്കെ ഈ നിയാൻഡർതാൽ ജീനുകളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ അവർ പൂർണ്ണമായിട്ടും അവരുടെ ആ വംശം തന്നെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉള്ളത് ഹോമോസാപ്പിയൻസ് മാത്രമാണ്. പിന്നെ പിഗ്മി വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മുട്ടുകാല് വരെയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു അവരുടെയൊക്കെ ഉയരം. അതൊക്കെ അങ്ങനെ നിന്നുപോയി. അപ്പോ അർഹതയുള്ളവരുടെ അതിജീവിക്കൽ അതാണ് കേട്ടോ. അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികള് നിലനിൽപ്പിനായുള്ള മത്സരത്തിനെ അതിജീവിക്കുന്നു. അതാ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ. പിന്നെന്താണ്? പ്രകൃതി നിർദ്ധാരണം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറുന്നു കേട്ടോ. ഇവർക്ക് വന്നു ചേരുന്ന ഓരോ സ്വഭാവ സവിശേഷതകൾ കാണുമല്ലോ, ഓരോ വ്യതിയാനങ്ങൾ. ഇത് അവർക്ക് ഗുണകരമാണെങ്കിൽ ഇത് വരും തലമുറകളിലേക്കും കൈമാറും ഈ ജീനുകൾ. അപ്പൊ കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായിട്ട് കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാവുന്നു. അപ്പൊ അവ ഒരു പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു കേട്ടോ. പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഒരു സസ്യം നൂറുകണക്കിന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, എങ്കിലും ചിലത് മാത്രമേ പൂർണ്ണ വളർച്ച എത്തുകയുള്ളൂ. അപ്പോൾ ഈ സസ്യത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു സസ്യ സ്പീഷീസ് രൂപപ്പെടാനിടയുള്ള സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ എന്തുവാ നമ്മൾ പറഞ്ഞത്? ഒരു സസ്യം നൂറുകണക്കിന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, എങ്കിലും ചിലത് മാത്രമേ പൂർണ്ണ വളർച്ച എത്തുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്താ, ഓരോ വിത്തുകൾ കിളിച്ചു വരുന്ന ഈ തൈക്കും ഈ സാപ്ലിങ്സിനും ചിലപ്പോൾ ചൂട് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുറവായിരിക്കാം. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരും. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള ജീനുകളിലുള്ള മാറ്റം അതിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണ വളർച്ച എത്തത്തുള്ളൂ. അങ്ങനെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള സസ്യങ്ങളുടെ പിന്നെയുള്ള തലമുറയ്ക്ക് എന്ത് സംഭവിക്കും? ഇവരുടെ ഈ ജീനുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഗുണകരമായ ജീനുകൾ പാസ് ചെയ്ത് പോകും. അപ്പം ഒരുപാട് തലമുറകളാവുമ്പോഴത്തേനും ഈ ജീനുകളെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, ജീൻസ് ഈ ഉപയോഗപ്രദമായ ഇവരുടെ ജീനുകളെ കുമിഞ്ഞുകൂടി അവർ പുതിയ സ്പീഷീസ് തന്നെ ആയി മാറും. അതായത് ആ പേരന്റ് പ്ലാന്റ് ദശലക്ഷക്കണക്കിന് വർഷം മുന്നേ ഇതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള സ്പീഷീസ് ആയിട്ട് മാറും ഇവര് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം. 1973 മുതൽ 2012 വരെ റോസ്മേരി, പീറ്റർ ഗ്രാൻഡ് എന്നീ ശാസ്ത്രജ്ഞർ നമ്മുടെ ഡാർവിൻ പോയ ഐലൻഡ് തന്നെ അല്ലെ, ഗാലപ്പഗോസ് ദ്വീപില് ഡാർവിന്റെ കുരുവികളെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താ? വരൾച്ച, ഭക്ഷ്യലഭ്യതയിലെ വ്യത്യാസം എന്നിവ പോലെയുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാൽ കുരുവികളുടെ കൊക്കിന്റെ വലിപ്പം, ആഴം, ആകൃതി എന്നിവയിൽ ഉണ്ടായ ഘടനാപരമായ മാറ്റങ്ങൾ അവര് നിരീക്ഷിച്ചു. DNA സീക്വൻസിങ് വെച്ചിട്ട് സാങ്കേതിക വിദ്യ വെച്ചിട്ട് കൊക്കിന്റെ ആഴത്തെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 കേട്ടോ, BMP4 ജീനിനെയും കൊക്കിന്റെ ആകൃതിയെ നിർണ്ണയിക്കുന്ന ALX1 ജീനിനെയും അവര് തിരിച്ചറിയുകയാണ്. കാലക്രമേണ എന്ത് സംഭവിക്കുക? ഈ ജനിതക വ്യതിയാനം വ്യതിരിക്തമായ കൊക്കുകളുള്ള കുരുവികളെ ഗാലപ്പഗോസിലെ വ്യത്യസ്ത പാരിസ്ഥിതിക സ്വഭാവമുള്ള ദ്വീപുകളിൽ രൂപപ്പെടുത്തി എന്ന നിഗമനത്തിൽ അവര് എത്തിച്ചേർന്നു. എന്താണ് പറഞ്ഞത്? ഈ ജനിതക വ്യതിയാനം അല്ലെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവരുടെ ആഹാരം അനുസരിച്ച് ഇവർക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെന്ന്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ പല സ്പീഷീസ് ആയിട്ട് മാറിയത്. ഒരു കുരുവികളിൽ നിന്നും തന്നെ ഉടലെടുത്ത തലമുറയാ. അവരുടെ ഈ ആഹാര രീതി എല്ലാം മാറി മാറി വന്നപ്പോ തലമുറകൾ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പല സ്പീഷീസ് ആയിട്ട് അങ്ങ് മാറി. അപ്പൊ ഈ ഗവേഷണം ജനിതക ശാസ്ത്രം, ജനറ്റിക്സ്, ശരീരഘടനാശാസ്ത്രം, അനാട്ടമി, തന്മാത്ര
ജീവശാസ്ത്രം, മോളിക്കുലാർ ബയോളജി അപ്പൊ എന്നീ പഠനങ്ങളിലൂടെ എവല്യൂഷന് നേരിട്ടുള്ള തെളിവുകൾ നൽകി. ഓക്കെ, അപ്പോ നമുക്ക് ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ നോക്കാം. അപ്പൊ ലാമാർക്കിസത്തിൽ എന്തായിരുന്നു പറഞ്ഞേ? ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നത്. അതേസമയം ഡാർവിനിസത്തിലോ വ്യത്യസ്ത നീളത്തോട് കൂടിയ കഴുത്തുള്ള ജിറാഫ്, ഏത് ഉയരം കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടെന്ന്, മിക്സഡാ. അപ്പോൾ ലാമാർക്കിസത്തിലെ അടുത്ത പോയിന്റ്, ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫ് അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. അതേസമയം ഡാർവിനിസത്തിലോ ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫ് മാത്രം അതിജീവിച്ചു, മറ്റേതൊക്കെ ചത്തൊടുങ്ങി. അപ്പോ ലാമാർക്കിസിലെ മൂന്നാമത്തെ പോയിന്റ് എന്താ? നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ ഡാർവിൻ പറഞ്ഞ എന്തായിരുന്നു? കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ജീവിവർഗമായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. ലാമാർക്കിസത്തിൽ എന്തുവായിരുന്നു പറഞ്ഞേ? പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ, അത് തെറ്റല്ല, ശരി തന്നെ അല്ലെ? പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു, അത് ശരിയല്ലേ? നമ്മളിപ്പം ഡാർവിന്റെ ഫിഞ്ചസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ശരിയാ. കുരുവികളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലെ? അപ്പൊ ആ കുരുവികള് അതെ. വ്യത്യാസം കാണിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാ? അവരുടെ പരിസ്ഥിതിയിലെ വ്യത്യാസം വന്നു അല്ലേ? ആഹാര ലഭ്യത. അതെ. അപ്പം ആഹാരത്തിൽ വ്യത്യാസം വന്നു. അപ്പൊ പരിസ്ഥിതി വ്യത്യാസവും വ്യതിയാനത്തിന് കാരണമാവുന്നുണ്ട്. അതേസമയം ഡാർവിൻ പറഞ്ഞ പോലെ ജീവികളിലെ അനുകൂല വ്യതിയാനം, അതായത് ജീനുകളിൽ സംഭവിക്കുന്ന മാറ്റം അല്ലേ, ആ മാറ്റങ്ങളെ അതെ അതെ. പരിസ്ഥിതി തെരഞ്ഞെടുക്കുവാണെന്ന് ഡാർവിൻ പറഞ്ഞു. അപ്പൊ അത് രണ്ട് ശരി തന്നെ. അപ്പോ ഈ ജീവിവർഗത്തിന്റെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഡാർവിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ജീനുകളെ കുറിച്ച് പറയാനൊന്നും പറ്റിയില്ല. ഓക്കെ, നമുക്കിപ്പോ അറിയാം ജീനുകളാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്തു പോകുന്നത്, അങ്ങനെയാണ് സ്വഭാവ സവിശേഷതകൾ വരുന്നതെന്ന് നമുക്കിപ്പോ അറിയാം. കാരണം എന്താ? മെൻഡൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, പുള്ളി സയന്റിസ്റ്റുമാണ്, പള്ളിയിലച്ചനുമായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചു എന്ത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഈ അല്ലീലുകൾ അല്ലെ ജീനുകൾ വഴിയാ ഈ സ്വഭാവം കൈമാറ്റം നടക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഡാർവിന് എങ്ങനെ ഈ സ്വഭാവങ്ങള്, ഈ നമുക്ക് ഗുണകരമായിട്ടുള്ള സ്വഭാവം എങ്ങനെ ഓരോ തലമുറയിലേക്കും പാസ് ചെയ്ത് പോകുന്നെന്ന് പറയാൻ നമ്മുടെ ഡാർവിന് സാധിച്ചില്ല കേട്ടോ. അപ്പൊ അത് ഒരു പരിമിതിയാണ് നമ്മുടെ ഡാർവിന്റെ. അപ്പോ നിയോ ഡാർവിനിസം എന്നൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് വരിക. നിയോ ഡാർവിനിസം വ്യതിയാനത്തിന്റെയും പാരമ്പര്യ പ്രേഷണത്തിന്റെയും ജനിതക അടിത്തറയെക്കുറിച്ച് നമ്മുടെ ഡാർവിന് ധാരണയില്ലായിരുന്നത് കൊണ്ട് തന്നെ ഡാർവിന്റെ പരിണാമ ആശയവും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഗ്രിഗർ ജോഹാൻ മെൻഡൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും ക്രോമസോമുകളെയും ജീനുകളെയും കുറിച്ചുള്ള ധാരണയും വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനത്തിന് കാരണം ജനിതക മാറ്റം, ലൈംഗിക പ്രത്യുൽപാദനത്തെ സമയത്തെ ജനിതക പുനർസംയോജനം, മിക്സിങ്, പിന്നെന്താണ് ജീൻ പ്രവാഹം, ജീൻ ഫ്ലോ എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞു. ആരുടെ കണ്ടുപിടുത്തമാണിത്? ആരുടെയാണ് കൂട്ടുകാരെ? നമ്മുടെ ഗ്രിഗർ മെൻഡൽ കേട്ടോ. ഗ്രിഗർ മെൻഡലിന്റെ കണ്ടുപിടുത്തമാണ്. ഓക്കെ, ജീവപരിണാമവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആധുനിക ഗവേഷണം നടക്കുന്നുണ്ട്. ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനിൽ ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമ ആശയങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ബാക്ടീരിയയോ വൈറസോ കാലക്രമേണ മരുന്നുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പരിണമിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. ഇതിലൂടെ പുതിയ ചികിത്സാമാർഗം സൃഷ്ടിക്കുന്നതിനോ നിലവിലുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ കഴിയുന്നു. ഒരു വ്യക്തിയുടെ ജീനുകളും കുടുംബത്തിന്റെ ജനിതക ചരിത്രവും പരിശോധിച്ച് പേഴ്സണലൈസ്ഡ് മെഡിസിൻ രൂപകൽപ്പന ചെയ്യുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ചോദിച്ചെന്ന് വരാം. നമുക്ക് ആ വ്യക്തിയുടെ ജീനുകൾ അനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ ഒരു മെഡിസിൻ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്നത് കണക്ക് കൂട്ടി അവർക്ക് വേണ്ടിയുള്ള കേട്ടോ, അവർക്ക് വേണ്ടി മാത്രം. അപ്പൊ ആ ജീനുള്ളവർക്ക് ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ കുത്തിയാലേ അല്ലെങ്കിൽ നൽകിയാലേ ഈ മരുന്ന് പ്രവർത്തിക്കത്തുള്ളൂ കറക്റ്റായിട്ട്. കാരണം ആ ജീനുള്ള ആൾക്കാർ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും ആ മരുന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്.
അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ കേട്ടോ. അപ്പൊ DNA പഠനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും രോഗങ്ങളെ മനസ്സിലാക്കാനും അവയെ ചെറുക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ഈ ഡോക്ടർമാരെ സഹായിക്കുന്നു. പരിണാമവൃക്ഷം അഥവാ എവല്യൂഷണറി ട്രീ എന്ന ആശയത്തെക്കുറിച്ച് അറിയാലോ അല്ലേ? നമ്മുടെ ഏറ്റവും ഇങ്ങനെ മുകളിലോട്ട് ഓരോ തലമുറ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരിയും എത്ര ലക്ഷക്കണക്കിന് അങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഈ പിതാമഹനായിട്ട് വരുന്ന ആള് ഒരാൾ തന്നെ ആയിരിക്കും അല്ലെ? അതിൽ നിന്ന് ഇങ്ങനെ മാറി 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 വന്നതാ ഈ മനുഷ്യര്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നതാണ്ടോ, ആർക്കിയയും യുക്കാരിയ. ആർക്കിയ എന്താണ്? ആർക്കിയ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആർക്കിയയും യുക്കാരിയയും ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു. ഓക്കെ. പ്രോട്ടിസ്റ്റ, സസ്യങ്ങള്, ഫംഗസ്, ജന്തുക്കൾ എന്നിവ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അപ്പോ ജന്തുക്കള്, ഫംഗസ്, അപ്പോ ജന്തുക്കള്, ഫംഗസ്, സസ്യങ്ങള്, പ്രോട്ടിസ്റ്റ തുടങ്ങിയവ ഇതെല്ലാം ഒരു പൊതുപൂർവികനെയാണ് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്നാണ് കണ്ടോ പ്രോട്ടിസ്റ്റ പോയി പ്ലാന്റ് വന്നു, പിന്നെ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും സെപ്പറേറ്റ് തിരിഞ്ഞ് ഫംഗൈ വന്നു, അനിമേലിയ വന്നു. കണ്ടോ, ആദ്യത്തെ ഒരു പൊതുപൂർവികനിൽ നിന്ന് ഒന്ന് ബാക്ടീരിയ ആയിട്ട് മാറി, അതിൽ നിന്ന് തന്നെ എന്താ യുക്കാരിയയും പിന്നെ ആർക്കിയയും ആയിട്ട് മാറി. യുക്കാരിയ നിന്നാണ് ബാക്കി നമ്മളെ പ്രോട്ടിസ്റ്റയും പ്ലാന്റേയും ഫംഗയും ആനിമാലിയയും കൂടെ ഉണ്ടായത്. യുക്കാരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, യുക്കാരിയോട്സ് കോശമർമ്മം, നല്ല മെംബ്രെയിനോട് കൂടിയ കോശമർമ്മം ഉള്ള ജീവികള് യുക്കാരിയോട്സ്. അപ്പോൾ ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്ന പ്രക്രിയയാണ് എന്ത്? സ്പീസിയേഷൻ. കേട്ടോ, സ്പീസിയേഷൻ. ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്നതാണ് എന്ത്? സ്പീസിയേഷൻ. ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഈ ഒരു പ്രക്രിയ വഴിയാ. ഏത്? സ്പീസിയേഷൻ. സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ, അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് രൂപപ്പെട്ടതായും, പിന്നെന്താ, വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികർ MRCA മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ നോക്കിയാട്ടെ, നമ്മുടെ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ അത് ഏതാണ്? ഇവിടെ ഈ ബ്ലൂ ഡോട്ട് അല്ലേ? നോക്കി, എല്ലാത്തിന്റെ അവസാനം പോയി ചേരുന്ന അതിലല്ലേ? ഇതിൽ നിന്ന് വന്ന എല്ലാം കണ്ടോ, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. അതെ. അപ്പൊ അതേസമയം മനുഷ്യന്റെയും ഫംഗയുടെ ഒക്കെ അടുത്തുള്ള പൊതുപൂർവികൻ ഏതാ? ഈ ഒരു പോയിന്റ് അല്ലേ? മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ. കണ്ടോ, ഈ ഒരു പോയിന്റ് ആണ്. അപ്പോ സ്പീസിയേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസ് ആയി തന്നെ തുടരും. ഏത്? ഇപ്പോ മനുഷ്യരിൽ തന്നെ ഇപ്പൊ ചിലര് ഭയങ്കര ബുദ്ധിയായിരിക്കും. ഇത് ഉദാഹരണമാ. എന്നും വെച്ചാൽ അവര് വേറെ സ്പീഷീസ് അല്ലല്ലോ, മനുഷ്യര് തന്നെ അല്ലേ? അവരുടെ ജീൻസ് തന്നെയാണ് അവരുടെ ആ ബുദ്ധിക്ക് കാരണം. ഹൈ ജീനിയസ് ആയിട്ടുള്ളവരൊക്കെ, ബോൺ ജീനിയസ് ഒക്കെ കാണും ചിലര്. നമ്മൾ കാണത്തില്ല ചില കുട്ടികളൊക്കെ അതായത് 10 വയസ്സിലൊക്കെ IIT-യിലൊക്കെ പഠിക്കുന്ന, അത് നേരത്തെയൊക്കെ ഇങ്ങനെ ഓരോ വാർത്തകൾ വരുമായിരുന്നു അല്ലേ? കണ്ടില്ലേ ഇങ്ങനെ? അതെ. അപ്പോ സ്പീസിയേഷന് ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മ്യൂട്ടേഷന്, പ്രകൃതി നിർദ്ധാരകം, ജനിതക പുനഃസംയോജനം മുതലായവ, അപ്പൊ അംഗങ്ങളെ ഇങ്ങനെ വേർപ്പെടുത്തിയാല് കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്, ജീനുകളിൽ വരുന്ന മാറ്റങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. പിന്നെന്താണ്? ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നതോടെ
ഇവ വ്യത്യസ്ത സ്പീഷീസുകളായി മാറുന്നു കേട്ടോ. അപ്പൊ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനദണ്ഡം എന്തുവാ? അവരുടെ ഇടയിൽ തന്നെ പ്രത്യുൽപാദനം നടക്കാൻ പറ്റണം. ഇപ്പൊ മനുഷ്യരുടെ കാര്യം നോക്കിയാട്ടെ. മനുഷ്യർ എവിടെ ചെന്നാലും എവിടത്തെ ഇപ്പൊ ഒരു ഇന്ത്യക്കാരൻ ഒരു മദാമയെ ഒരു അമേരിക്കക്കാരിയെ കെട്ടിയെന്ന് പറഞ്ഞാല് അവർക്ക് കുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതാണ് യൂണിവേഴ്സലാ. അപ്പൊ സ്പീഷീസ് ആയിട്ട് സെയിം തന്നെ. അവരുടെ കാണുമ്പോ വ്യത്യാസം കാണും, പക്ഷെ അവര് മനുഷ്യര് തന്നെ അല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ പരസ്പരം പ്രത്യുൽപാദനം നടത്തി സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നതോടുകൂടി അവ വ്യത്യസ്ത സ്പീഷീസ് ആയിട്ട് മാറുന്നു കേട്ടോ. വ്യത്യസ്ത സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പരിണാമത്തിന്റെ തെളിവുകൾ നോക്കാം. ജീവപരിണാമത്തിന് തെളിവുകൾ അനവധിയാണ്. ജീവികളിലെ തന്മാത്രകളുടെ താരതമ്യ പഠനം മുതൽ ഭൂമിയിലെ ജീവികളുടെ വിന്യാസം വരെയുള്ള പഠനം ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മോളിക്യുലാർ ബയോളജി ഉപയോഗിച്ച് നമുക്ക് ഈ പഠനം നടത്താം. ഒരു ജീവിയിലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ ക്രമവും മറ്റ് ജീവികളുടേതുമായിട്ട് താരതമ്യം ചെയ്യുന്നതിലൂടെ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താനാകും. അപ്പോ നമ്മുടെ ശ്വസന വർണ്ണകം ഏത്? നമ്മുടെ രക്തത്തിൽ ഉള്ള ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ മനുഷ്യരിലെ ഗ്ലോബിൻ തന്മാത്രയിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡിന്റെ ക്രമീകരണം മറ്റ് ജീവികളുടേതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്ന പട്ടികയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോ വ്യത്യാസങ്ങളുടെ എണ്ണം ചിമ്പാൻസിയിൽ വല്ല വ്യത്യാസം ഉണ്ടോ? 0 കേട്ടോ. അപ്പൊ ചിമ്പാൻസിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോ ഹലോ 0. അപ്പം വ്യത്യാസമില്ല. അതായത് ചിമ്പാൻസി ഒക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ശരിക്കും ചിമ്പാൻസി ഒക്കെ. ഗൊറില്ലയിലാണെങ്കിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എലിയിലാണെങ്കിലോ 31 എണ്ണമാണ്. 31 തന്മാത്രകളില് ബീറ്റ ശൃംഖലയില് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ നമ്മളുമായിട്ട് ഏറ്റവും പരിണാമപരമായിട്ട് ഏറ്റവും ബന്ധമുള്ള ജീവി ഏതാ? ചിമ്പാൻസികളാ കേട്ടോ. ഓക്കെ, അപ്പോ തന്മാത്രാ തലത്തിലുള്ള പഠനം വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ എവല്യൂഷന്റെ തെളിവുകൾ നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, മനുഷ്യരുടെ അടുത്ത ബന്ധുക്കൾ കുരങ്ങന്മാരാണെന്ന് മനസ്സിലായി അല്ലയോ? അതെ, അപ്പൊ അതാണ് മോളിക്യുലാർ ബയോളജി വെച്ചിട്ട്. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇവിടെ എന്താണ് ഒരു ശ്രേണി കൊടുത്തിട്ടുണ്ട് കേട്ടോ, DNA ശ്രേണി. അപ്പൊ നോക്കിയേ, ചിമ്പാൻസികളുടെയും മനുഷ്യന്റെയും DNA ശ്രേണി കണ്ടോ? ഏകദേശം അടുത്ത് തന്നെ, ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ കണ്ടോ. ഗൊറില്ലയ്ക്ക് പക്ഷെ ഇച്ചിരി കൂടെ കുറവാണ്. കുരങ്ങ് നമ്മുടെ വാലുള്ളത്, ബാക്കി 3 പ്രൈമേറ്റാ അല്ലെ? മനുഷ്യരും ഏപ്പുകൾ എന്ന് പറയും ഗൊറില്ലയും ചിമ്പാൻസിയും ഒക്കെ. അതായത് ആൾക്കുരങ്ങുകളാ. അവരുടെ കഴിവെന്താ? അവർക്കും 2 കാലേ നിൽക്കാൻ പറ്റും. 4 കാലം വെച്ച് അവർ നടക്കും, പക്ഷെ 2 കാലേ തന്നെ അവർക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റും. എന്നാലും നമ്മളെ പോലെ നടക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് മനുഷ്യക്കുരങ്ങുകളാ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗൂർ മങ്കീസ്, മറ്റേ വാലുള്ള കുരങ്ങന്മാര് കേട്ടോ. അവരുമായിട്ട് ഭയങ്കര ഒത്തിരിയും കുറവാണ്. പക്ഷെ ഒരു കാലത്ത് നമ്മളെല്ലാം തന്നെ ഒരു ബ്രാഞ്ച് തന്നെ ആയിരുന്നു അല്ലെ? അതിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് വന്നതാ. തലമുറകള് നമ്മുടെ ജീനുകള്, നമുക്ക് ഉപയോഗപ്രദമാവുന്ന ജീനുകൾ കൈമാറ്റം ചെയ്ത് വന്ന് മനുഷ്യരായി മാറിയതാ. അപ്പൊ ഇനി നമുക്ക് പരിണാമം എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? നമ്മളുമായിട്ട് ബന്ധമുള്ള ജീവികളെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആന്തരഘടന അല്ലെ? ആന്തരഘടനയിലെ താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ കണ്ടോ, ഒരു ചിത്രം കൊടുത്തേക്കുക. നമ്മുടെ കയ്യിലെ എല്ലുകള്, പിന്നെന്താ പൂച്ചയുടെ കാലിലെ എല്ലുകള്, പിന്നെന്താ തിമിംഗലത്തിന്റെ കയ്യ്, പിന്നെ വവ്വാലിന്റെ കയ്യ്. അപ്പൊ ഓർത്ത് നോക്കണം, നമ്മൾ മനുഷ്യരുടെ കൈ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നേ? നമുക്ക് ഓരോ എന്താണ് സാധനങ്ങൾ എടുക്കാനും അല്ലെ, നമ്മളെങ്ങനെ എഴുതാനും എല്ലാത്തിനും ഉപയോഗിക്കും അല്ലേ? ആഹാരം കഴിക്കാനും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ പൂച്ചകള് എന്താണ് നടക്കാനായിട്ടാ. അതേസമയം തിമിംഗലങ്ങളുടെ കൈകളിലോ ഫ്ലിപ്പേഴ്സ് എന്ന് പറയും അല്ലെ ഈ കൈകൾക്ക്. അവര് നീന്താൻ വേണ്ടിയാ.
അതേസമയം വവ്വാലിന്റെ കൈകളാണെങ്കിലോ അവര് പറക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പറക്കാന്. പറക്കാന്. അപ്പോ അതെ അതെ ഇത് അനാട്ടമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ എല്ലെല്ലാം സെയിമാ. ഇതിന്റെ ആ അനാട്ടമിക്കലി ഈ എല്ലുകളുടെ ഒരു സ്ട്രക്ചർ, ഷേപ്പ് ഇപ്പൊ നോക്കണ്ട, അത് മാറിപ്പോയതാ. ഏത് കാലങ്ങളായിട്ടുള്ള മാറ്റമല്ലേ, അതങ്ങനെ മാറിപ്പോയതാ. പക്ഷെ എല്ലിന്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, എല്ലാം സെയിം തന്നെ. അപ്പൊ ഇവയുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ട് കേട്ടോ, പ്രവർത്തനം എല്ലാത്തിലും വ്യത്യസ്തമാ അല്ലേ? നമുക്ക് പിടിക്കാനും ഒക്കെ, പൂച്ചകൾ നടക്കാന്, തിമിംഗലം നീന്താന്, വവ്വാല് പറക്കാന്. അപ്പൊ പ്രവർത്തനം എല്ലാം വേറെയാ. അപ്പൊ അതിനനുസരിച്ച് ഈ എല്ലുകൾക്കും ആ ബാഹ്യമായ ഘടനയിലും ഒക്കെ മാറ്റങ്ങൾ വരുവാ കേട്ടോ, പ്രവർത്തനം അനുസരിച്ച്. അങ്ങനെ വ്യത്യസ്തത വന്നതാ. അപ്പൊ അങ്ങനെ നമുക്ക് എവല്യൂഷൻ, നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ബന്ധുക്കളെന്ന് ഉദ്ദേശിച്ച് ഇതാണ്, മറ്റു മൃഗങ്ങളൊക്കെ കേട്ടോ. ആന്തരഘടനയിലെ താരതമ്യം. പിന്നെ വരുന്ന എന്താണ്? ഫോസിൽ തെളിവുകൾ. ഫോസിൽ തെളിവ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എവല്യൂഷന്. അപ്പോ ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. ക്രമമായിട്ട് നടക്കുന്ന പ്രക്രിയ. അപ്പൊ കുതിരയുടെ പൂർവികരുടെ കാലുകള് ഇന്നത്തെ കുതിരയുടെക്കാല് ചെറുതായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി? ഈ ഫോസിൽ ഉള്ളതുകൊണ്ടാ കേട്ടോ. അപ്പൊ കാലിനൊക്കെ നീളം കൂടിക്കാണും, ശരീരഭാഗത്തിന്റെ ഒക്കെ സെയിം ആയിരിക്കും അത്. അതുകൊണ്ടല്ലേ മനസ്സിലാക്കാൻ പറ്റിയ കുതിരയുടെ ഇതാണെന്ന്, കുതിരയുടെ പൂർവികരാണെന്ന് അല്ലേ? പിന്നെന്താണ്? ഇടനില ഫോസിലുകൾ. അതായത് ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം തെളിയിക്കുന്നു. ഇപ്പൊ ഈ കുരങ്ങളിൽ നിന്നാണ് മനുഷ്യൻ വന്നതെന്നും അല്ലെന്നും ഒക്കെ വാദങ്ങളുണ്ട്. അപ്പം ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ലിങ്ക് നമുക്കങ്ങനെ കൃത്യമായിട്ട് ഉണ്ട്, പറയുന്നുണ്ട്, ചിലതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും പറഞ്ഞതാണേ. ഈ അതാണ് ഈ ഇപ്പൊ കുരങ്ങനും മനുഷ്യന്റെ ഇടയില് ഒരു ലിങ്ക് ഉണ്ടെന്ന് വെച്ചോ. അപ്പോ അതിന്റെ ഫോസിൽ നമുക്ക് കിട്ടിയാലേ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഈ പരിണാമം സംഭവിച്ചെന്ന്. അപ്പോ ഇടനില ഫോസിലുകള് ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം തെളിയിക്കുന്നു. അപ്പൊ ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടി ആർക്കിയോപ്റ്ററിക്സ്. ആർക്കിയോപ്റ്ററിക്സ് എന്തുവാന്നറിയാവോ? തൂവലുകളുള്ള ഒരു ഡൈനോസർ പോലെ ഇരിക്കും, പക്ഷെ അതിന് തൂവലുകളുണ്ട്. ആർക്കിയോപ്റ്ററിക്സ്. പിന്നെന്താണ്? ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഡൈനോസറുകളും മാമത്തുകളും ഒക്കെ. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയാൻ പറ്റിയത് എന്തുകൊണ്ടാ? ഈ ഫോസിലുകൾ ലഭിച്ചുകൊണ്ടാ അല്ലേ? അങ്ങനത്തെയൊക്കെ ജീവികൾ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഫോസിൽ എന്ന് പറയുന്നത് എന്താ? ഈ കട്ടിയുള്ള അസ്ഥിയുള്ള ജീവികളുടെ അതിന്റെ ആ ഒരു റിമൈനിങ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഫോസിലിൽ എന്ന് പറയുമ്പോൾ. അത്രയും കട്ടിക്കുള്ളതുകൊണ്ടാ. അപ്പൊ വേറെ എന്തൊക്കെ ജീവിവർഗങ്ങൾ കാണുമായിരുന്നായിരിക്കാം? ഇങ്ങനത്തെ കട്ടിയുള്ള ഭാഗങ്ങളൊന്നും ഇല്ലാത്തത്? അതൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല അല്ലേ? അപ്പോൾ മിക്ക വൈറസിന്റെയും ജനിതക വസ്തു RNA ആണ്. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ RNA വൈറസ് വേഗത്തിൽ പരിണമിക്കും കേട്ടോ. RNAക്ക് പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കാൻ പറ്റും. അതുകൊണ്ട് RNA വൈറസിന് എന്ത് സംഭവിക്കാം? വേഗത്തിൽ പരിണാമം സംഭവിക്കും. വൈറസിന്റെ പരിണാമത്തിൽ മ്യൂട്ടേഷൻ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ചില മ്യൂട്ടേഷൻ വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആന്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കാനോ ഉള്ള ശേഷി നൽകുന്നു. ഇത് ആതിഥേയ കോശത്തെ എന്ത് ചെയ്യും? കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും പെരുകാനും അവയെ സഹായിക്കുന്നു. അപ്പൊ ഇത്തരം മ്യൂട്ടേഷന് വൈറസിന്റെ പുതിയ വകഭേദങ്ങൾക്ക് കാരണമാകും. അപ്പോ അറിയാലോ അല്ലേ? ഒരു എക്സാമ്പിൾ അറിയാലോ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുതിയ വകഭേദം വന്നുകൊണ്ടിരുന്ന വൈറസ്. നമ്മുടെ കോവിഡ് അല്ലേ? കൊറോണ വൈറസ്. അപ്പൊ അത് അല്ലേ, അതൊന്ന് കുറഞ്ഞു വന്നപ്പോ ഈ നമ്മള് അതിന്റെ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് അത് പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എന്ത് ചെയ്തു? ഈ വൈറസ് ഉടനെ അതിന്റെ രൂപമേ അങ്ങ് മാറിപ്പോയി അല്ലേ? പുതിയ വകഭേദമായി. ഇനിയിപ്പോ അതൊന്നും ചോദിക്കത്തില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു പുതിയ വകഭേദമൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോ കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ കോശങ്ങളെ അതിവേഗം ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്. വാക്സിനെയും പ്രതിരോധശേഷിയും മറികടക്കാൻ ഒമിക്രോണിന്റെ
സ്പൈക്ക് പ്രോട്ടീനിൽ ഉണ്ടായ മ്യൂട്ടേഷൻ കാരണമായി കേട്ടോ. അതാണ് സംഭവിച്ചത് അപ്പോൾ. ഓക്കെ. അപ്പോൾ സസ്തനി വിഭാഗത്തിലെ കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമേറ്റുകൾ എന്ന വിഭാഗത്തിൽ പെട്ടവയായിരുന്നു. അപ്പൊ ഇവയുടെ പൊതു സവിശേഷത എന്താണ്? മറ്റു വിരലുകളോട് സമ്മുഖമാക്കാവുന്ന തള്ളവിരൽ. ഏത്? നമുക്ക് അതുകൊണ്ടല്ലേ പിടിക്കാനൊക്കെ പറ്റുന്നത് തള്ളവിരല്. പിന്നെന്താണ്? നമ്മുടെ കണ്ണുകള് ബൈനോക്കുലർ വിഷൻ അല്ലെ, രണ്ടെണ്ണവും മുന്നിൽ തന്നെ ഫോർവേഡ് ഫേസിങ് ഐസ് ആണ്. അപ്പൊ ബൈനോക്കുലർ വിഷൻ ഉണ്ട്. പിന്നെന്താണ്? നമുക്ക് ഗ്രാസ്പിംഗ് ഹാൻഡ്സ് ഉണ്ട് അല്ലേ, നമുക്ക് സാധനങ്ങളൊക്കെ അതുകൊണ്ടല്ലേ മുറുക്കി പിടിക്കാൻ പറ്റുന്നേ. പിന്നെ നമ്മുടെ കാലില് നഖങ്ങളാ, അതായത് ഈ ഇതല്ല മൂർച്ചയുള്ള അങ്ങനത്തെ അല്ലല്ലോ നമ്മുടെ നഖങ്ങള്. ക്ലോ അല്ല ഇപ്പൊ പൂച്ചയുടെ ഒക്കെ നഖം പോലെ അല്ലല്ലോ നമ്മുടെ. പിന്നെന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്രെയിൻ വെൽ ഡെവലപ്ഡാ അല്ലേ. ഇതെല്ലാം തന്നെ നമ്മുടെ പ്രൈമേറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ, ബ്രെയിൻ ഡെവലപ്മെന്റ്. പിന്നെന്താ? രണ്ട് കാലയില് അല്ലേ, ഇറക്റ്റ് പോസ്ചർ, രണ്ട് കാലേ നിൽക്കാൻ സാധിക്കും. പിന്നെ സോഷ്യൽ ക്രീച്ചേഴ്സാ അല്ലേ, സോഷ്യൽ ഗ്രൂപ്പുകളാ മനുഷ്യരൊരു സമൂഹ ജീവി അല്ലയോ. അതേപോലെ തന്നെയാണ് നമ്മുടെ കുരങ്ങന്മാരും ഒരു കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. ഒരു നേതാവ് കാണും, പിന്നെ കുറെ അല്ലേ കൂടെ കുറെ കുരങ്ങന്മാര്. അപ്പോൾ ഒരു സൊസൈറ്റിയാണ്, അവരും ഒരു സമൂഹ ജീവി തന്നെ. പിന്നെന്താണ്? വേറൊരു ഫീച്ചർ, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതാ. ആ ഒരു സ്വഭാവം കൂടെ കാണിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമല്ലോ.